സർ, തമിഴ്നാട് പ്രവചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇലക്ഷൻ പ്രവചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ആകെപ്പാടെ ഒരു സർവേ ഫലം മാത്രമാണ് ടിവിക്ക് ഒരു വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ബാക്കി എല്ലാവരും DMK-യുടെ ഒരു തുടർ ഭരണമാണ് പ്രവചിച്ചിരിക്കുന്നത്. കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിചിത്രമായിട്ടാണ് അത് തോന്നിയത്. പക്ഷെ എങ്കിൽ പോലും അത് നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ അതിന്റെ കാര്യം എന്താ വെച്ചാൽ, ആക്സിസ് മൈൻഡിയുടെ ഓഫീസായിട്ടും അതുപോലെ തന്നെ ഈവൻ പ്രദീപ് ഗുപ്തയോട് ആളുകൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, 70 സീറ്റെങ്കിലും TVK കിട്ടും, അതിൽ കുറയാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ്. ഏറ്റവും കുറവ് വരാൻ കഴിയുന്നത് അതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കണം. പക്ഷെ അദ്ദേഹത്തിന്റെ സർവേയിൽ പറഞ്ഞേക്കണം 90-ലധികം സീറ്റുകൾ ഉറപ്പായിട്ടും കിട്ടുമെന്നാണ്. പിന്നെ അർജുൻ, ഇതിനകത്തുള്ള ഒരു കാര്യം, അടുത്തത് ഒരു കാമാഖ്യ അനലിറ്റിക്സും ഇവർക്ക് ഏതാണ്ട് 60-70-ഓളം സീറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ളതാണ്. അപ്പൊ അവര് കേരളത്തിലൊന്നും സർവേ എടുത്തില്ല. കാമാഖ്യ അനലിറ്റിക്സ് എന്നാണ് അവർ സർവേ കിടന്ന പാർട്ടി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ, നമുക്കിത് ഒറ്റടിക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവിടെ വലിയൊരു വികാരം വിജയ്ക്ക് അനുകൂലമായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കരൂര് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ പോലും അതുപോലും വിജയ്ക്ക് അനുകൂലമാകും എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. അവിടെ പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാരടക്കും, അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള വോട്ടേഴ്സ്, ഒരു 35 വയസ്സിൽ താഴെയുള്ള വോട്ടേഴ്സിനടക്കം ഒക്കെ തന്നെ വലിയ വികാരം വിജയ്ക്ക് അനുകൂലമായിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ DMK എന്ന് പറയുന്ന അഴിമതിയുടെ കൂത്തരങ്ങാണെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാം. ഒരു 30,000 കോടിയെങ്കിലും ഒരു മാസം ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി എന്നുള്ളതാണ്. തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അഴിമതിയുടെ കൂത്തരങ്ങാണ്. അതുകൊണ്ട് അതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ അങ്ങനെ അഴിമതി ചെയ്യാത്ത, അതുപോലെ BJP-യെയും സംഘപരിവാറിനെയും ഒരുപോലെ എതിർക്കുന്ന ഒരാളായിട്ടുള്ള ഒരു പ്രൊജക്ഷൻ അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു 30-20 സീറ്റുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ മാക്സിമം എന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, വിജയ്ക്ക് അവിടെ ഒരു സംഘടന ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഒരു ഇടത്തരം സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഇടത്തരം നേതാക്കന്മാരെയും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി അവിടെ നമ്മളെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ അവിടെ മുഴുവൻ സഞ്ചരിച്ച ഒരാളാണ്. അതായത് തമിഴ്നാട്ടിലെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും തന്നെ ഞാൻ സഞ്ചരിച്ചിരുന്നു. എന്നാൽ ഞാൻ ഇവിടെ നിന്ന് നേരെ വണ്ടി ഓടിച്ച് ചെന്നൈക്ക് പോവുകയും ചെന്നൈയിൽ 2-3 ദിവസം താമസിക്കുകയും അതിനുശേഷം ഞാൻ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്തിട്ട് ബാംഗ്ലൂർക്ക് പോവുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ ഇതിനിടയിലുള്ള നിരവധി ആളുകളോട് നമ്മൾ നേരിട്ട് സംസാരിക്കുകയും ഒരു ഗ്രൗണ്ട് ലെവലിൽ ഒരു അഭിപ്രായം എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതാണ്ട് ഒരു 18 മുതൽ 23% വരെ വോട്ടുകൾ വിജയ് പിടിച്ചേക്കാമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത്, ഞാൻ എന്റെ വീഡിയോയിലൊക്കെ അത് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, 18 മുതൽ 23% വരെ വോട്ടുകൾ വിജയ് പിടിച്ചേക്കാം. പക്ഷെ ഈ സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട്, പാർട്ടി സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട് ഇത് വോട്ടായി കൺവേർട്ട് ചെയ്യപ്പെടുമോ എന്ന് നമുക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ തമിഴ്നാടാണ്, അങ്ങനെ സ്ട്രക്ചർ ഒന്നും വേണമെന്ന് നിർബന്ധം ഇല്ല. അരവിന്ദ് കെജ്രിവാളൊക്കെ വന്ന പോലെ വേണമെങ്കിൽ വിജയ്ക്ക് വരാവുന്ന ഒരു സാഹചര്യമുണ്ട്.